Dear students, അടുത്തത് chapter 7 permutations and combinations. അപ്പോൾ permutations and combinationsനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത് രണ്ട് ഈവന്റ് ഉണ്ട്, ഈവന്റ് 1ഉം ഈവന്റ് 2. രണ്ട് ഈവൻറ്റ്സ്, അതായത് ഈവന്റ് 1 നമുക്ക് m ഡിഫറെൻറ്റ് വേസിൽ ചൂസ് ചെയ്യാം. അതേപോലെ ഈവന്റ് 2 n ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പോൾ നമുക്ക് 4 പാൻറ് ഉണ്ട്, 3 ഷർട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഈ 4 പാൻറ്റും 3 ഷർട്ടുകളും എത്ര രീതിയിൽ നിങ്ങൾക്ക് ധരിക്കാൻ പറ്റും? അതാണ് ഇവിടെ നോക്കുക. ഈ 4 പാൻറ്റ്, അതായത് എ ബി സി ഡി, 3 ഷർട്ട് 1 2 3 എടുക്കാം. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻസ് 4 പാൻറ്റ് എത്ര രീതിയിൽ നമുക്ക് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര കോമ്പിനേഷനായിട്ട് നമുക്കിത് പറ്റും? 4 പാൻറ്റ് നമുക്ക് ഏതൊക്കെ കോമ്പിനേഷനിൽ എത്ര കോമ്പിനേഷൻസിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും നോക്കുക. നമുക്ക് ഒന്നെങ്കിൽ A1 എടുത്തൂടെ, അല്ലെങ്കിൽ A2, അല്ലെങ്കിൽ A3. അടുത്തതാണെങ്കിലോ B1 B2 B3. അതേപോലെ C1 C1 C2 C3. അതേപോലെ D1 D2 D3. നോക്കുക, 4 പാൻറ്റും 3 ഷർട്ട്സും ഉണ്ടായിരുന്നു. 4 പാൻറ്റിനെ ABCD എടുത്തു, 3 ഷർട്ട്സിനെ 1 2 3 എടുത്തു. അപ്പോൾ നമുക്ക് എത്ര രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ A1, അല്ലെങ്കിൽ A2 A3, അല്ലെങ്കിൽ B1 B2 B3, C1 C2 C3, D1 D2 D3. എത്ര രീതിയിൽ? 1 2 3 4 5 6 7 8 9 10 11 12. അതായത് ആകെ 12 രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. മറ്റു രീതിയിൽ പറഞ്ഞാൽ 4 പാൻസ് 4 വേസിൽ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. 3 ഷർട്ട്സ് 3 വേസിൽ നമുക്ക് യൂസ് ചെയ്യാമെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ഇത് എത്ര രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? 4 × 3, ദാറ്റ് ഈസ് 12 വേസിൽ യൂസ് ചെയ്യാം. ഈ നമ്മൾ നേരത്തെ പിടിച്ചിരുന്ന് എഴുതിയതല്ലേ ഈ 12 എന്ന്. പക്ഷേ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറയുന്നത് ഒക്കെ വളരെ സിമ്പിളായിട്ടാണ്. 4 പാൻസ് നമുക്ക് 4 വേസിൽ യൂസ് ചെയ്യാം, 3 പാൻസ് 3 വേസിൽ യൂസ് ചെയ്യാമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ദീസ് 2 എന്ന് പറയുന്നത് 4 × 3 12 വേസ്. ഇതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇവന്റ് m രീതിയിൽ പോസിബിൾ ആണ്, മറ്റൊരു ഇവന്റ് n രീതിയിൽ പോസിബിൾ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് m × n. അതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ്. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് n ഫാക്ടോറിയൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് n തൊട്ട് പുറകോട്ട്, അതായത് ഇപ്പോൾ 4 ഫാക്ടോറിയലാണ് എഴുതുന്നതെന്ന് വിചാരിച്ചു, 4 തൊട്ട് പുറകിലോട്ട്, 4ൻ്റെ തൊട്ട് പുറകിൽ ആരാണ്? 3, അതിൻ്റെ തൊട്ട് പുറകിൽ 2 1 വരെ. അങ്ങനെയാണെങ്കിൽ 8 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 8 തൊട്ട് പുറകിൽ 7, അതിൻ്റെ തൊട്ട് പുറകിൽ 6 എക്സെട്ര, ലാസ്റ്റ് 2 × 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നോക്കുക, 9 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 9 × തൊട്ട് പുറകിൽ 8 7 എക്സെട്ര 2 × 1. ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാം. 9 × ഇവിടെ നിൽക്കട്ടെ, 8 × 7 × എക്സെട്ര 2 × 1 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? 8 ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ 9 ഫാക്ടോറിയലിനെ 9 × 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ 2 കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങും
ഫാക്ടോറിയൽ നൊട്ടേഷനും. അപ്പോൾ അടുത്തത് നമുക്ക് റോസ്, ROSE, ഈ റോസ് എന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. ആ ഇംഗ്ലീഷ് വാക്കിനകത്ത് റെപ്പറ്റീഷൻ വരാതെ എത്ര 4 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കാം, മീനിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ കാര്യമില്ല. അതായത് റോസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൽ നിന്നും എത്ര 4 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കാം, വിത്തൗട്ട് മീനിങ് നോക്കുന്നില്ല. കൂടാതെ repetition of words is not allowed. Repetition of words is not allowed. വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരാൻ പറ്റില്ല. അപ്പോൾ വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരാതെ റോസ് എന്ന വാക്കിൽ നിന്നും എത്ര 4 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കാം, അതാണ് നമ്മളുടെ ചോദ്യം. ഇനി നമ്മൾ ചുമ്മാ ഈ പെർമുട്ടേഷനും കോമ്പിനേഷനും ഒന്നും എടുക്കാതെ നമ്മൾ എഴുതുവാന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഈ റോസിൽ നിന്നും ORSE എന്ന് എഴുതാം, അല്ലെങ്കിൽ SORE എന്ന് എഴുതാം. അങ്ങനെ പല രീതിയിൽ എഴുതാം. അങ്ങനെ എത്ര എണ്ണം, 20 ആണോ 30 ആണോ, അതൊക്കെയാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ എത്ര എണ്ണം എഴുതാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ആ ഐഡിയ വെച്ചിട്ടാണ്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഐഡിയ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇതിനെ എഴുതാൻ പോകുന്നത്. ഇനി നമുക്കറിയാം 4 ലെറ്റർ വേർഡ്സ് ആണ്. 4 ലെറ്റർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നോക്കാം, ഇതാ ഇങ്ങനെയാണ് 4 ലെറ്റേഴ്സ് അല്ലേ. നമുക്കറിയാം ഇതിനെ നമ്മൾ മാത്സിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ പേരെന്താ, യൂണിറ്റ്സ് പ്ലേസ്. ഇതാണെങ്കിൽ ടെൻസ് പ്ലേസ്. സോറി നമുക്ക് 4 ലെറ്റർ വേർഡ്സ് ആണ് വേണ്ടത്. അപ്പോൾ 4 ലെറ്റർ വേർഡ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 ഈ 4 വേക്കൻറ്റ് പ്ലേസ് ഉണ്ട്. 4 ലെറ്റർ വേർഡ്സ് ആണ് വേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ, റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ് ഈസ് നോട്ട് അലൗഡ്. ഒരു വേർഡും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. ഇനി നമുക്കിവിടെ 4 ലെറ്റർ വേർഡ്സ് ആണല്ലോ വേണ്ടത്. അപ്പോൾ നോക്കുക, നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ്. 4 ലെറ്റേഴ്സിനെ നമുക്കിവിടെ എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം? 4 ലെറ്റേഴ്സിനെ 4 രീതിയിൽ ഇവിടെ സെലക്ട് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഇവിടെ വന്നു, ബാക്കി 3 എണ്ണമേ ഇവിടെ നിന്ന് അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 3 എണ്ണം എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 3 രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരെണ്ണം ഇവിടെയും എടുത്തു, ഒരെണ്ണം ഇവിടെ എടുത്തു. റെപ്പറ്റീഷൻ പറ്റില്ല. അപ്പോൾ ഇനി 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം പോയി. ഇനി മിച്ചം എത്ര എണ്ണേ ഉള്ളൂ? 2 ലെറ്റേഴ്സേ ഉള്ളൂ. 2 ലെറ്റേഴ്സ് ഇവിടെ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 2 വേസിൽ. ഇനി 4 എണ്ണത്തിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി 3 എണ്ണം പോയി കഴിഞ്ഞല്ലോ. റെപ്പറ്റീഷൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി എത്ര ലെറ്റേഴ്സേ മിച്ചമുള്ളൂ? 1 ലെറ്റർ. ആ 1 ലെറ്റർ ഒരു വേയിലല്ലേ പറ്റുള്ളൂ. ഒന്നുകൂടെ പറയാം, നമുക്ക് 4 ലെറ്റർ വേർഡ്സ് ആണ് വേണ്ടത്. ആ 4 ലെറ്റർ വേർഡ്സിനെ മീനിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമുക്കുള്ളത് R യൂസ് ചെയ്യാം, O, S, E. ഈ 4 ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ 4 എണ്ണത്തിൽ നിന്നും ഇവിടെ ആദ്യം നമ്മൾ ഈ പോർഷനാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഈ 4 എണ്ണത്തിൽ നിന്നും നമ്മളിപ്പോൾ ഒരെണ്ണം എടുത്തു. ഈ 4 എണ്ണം 4 രീതിയിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഒരെണ്ണം ഇവിടെ എടുത്തു. ഇനിയിപ്പം ആ R എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ല അടുത്തത് ഫില്ല് ചെയ്യാൻ നേരത്ത്. അപ്പോൾ പിന്നെ ബാക്കി എത്ര എണ്ണമേ എടുക്കാവുള്ളൂ? ഈ 3 എണ്ണം. ഈ 3 എണ്ണം ഇവിടെ എത്ര രീതിയിൽ പറ്റും? 3 വേസിൽ. ഇനി അപ്പോൾ ഓയും ഇവിടെ എടുത്തു എന്ന് വിചാരിച്ചോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? റെപ്പറ്റീഷൻ പറ്റില്ല എന്നല്ലേ പറയുന്നത്. അതായത് ആറും യൂസ് ചെയ്യാൻ പറ്റില്ല, ഓയും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കി 2 എണ്ണം അല്ലേ ഉള്ളൂ. ആ 2 എണ്ണം 2 വേസിൽ, പിന്നെ ഒരെണ്ണം ഒരു വേയിൽ. അപ്പോൾ നോക്കുക, ഇതാണ് ആ ഐഡിയ. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ ആ പ്രിൻസിപ്പിൾ ഓഫ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചിട്ട്
ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 4 ഇൻറ്റു, അതായത് ഒരു ഇവൻറ്റ് എം രീതിയിലും മറ്റൊരു ഇവൻറ്റ് എൻ രീതിയിലും വരാമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് എം ഇൻറ്റു എൻ ആയിരിക്കും. അതായത് ഇവിടെ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ്. ദാറ്റ് ഈസ് 12 ഇൻറ്റു 2 24. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് how many 2-digit even numbers can be formed from the digits 1 2 3 4 5. 1 2 3 4 5 ൽ നിന്നും എത്ര 2-digit even numbers ഫോം ചെയ്യാം? ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാം. ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ, അതായത് ഡിജിറ്റ്സ് റെപ്പറ്റീഷൻ പോസിബിൾ ആണ്. ഡിജിറ്റ്സ് ആവർത്തിച്ച് വന്നാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എത്ര 2-digit ഈവൻ നമ്പേഴ്സിനാണ്? 2-digit ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡിജിറ്റ് ഉണ്ടായിരിക്കും. ഈ പ്ലേസിലെ നമുക്ക് യൂണിറ്റ്സ് പ്ലേസ്, ഇത് ടെൻസ് പ്ലേസ് എന്ന് പറയാം. ഇനി റെപ്പറ്റീഷൻ പറ്റും, കുഴപ്പമില്ല. ഈവൻ നമ്പേഴ്സ് വേണം. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റ്സ് യൂസ് ചെയ്ത് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വൺസിൻ്റെ പ്ലേസിൽ ഏതൊക്കെയേ വരാവുള്ളൂ? 2ഉം 4ഉമേ വരാവുള്ളൂ. ഇനി ഈ 2ഉം 4ഉം ഈ 2 നമ്പേഴ്സ് മാത്രമേ ഈ യൂണിറ്റ്സ് പ്ലേസിൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? നമുക്ക് വേണ്ടത് 2-digit ഈവൻ നമ്പേഴ്സാണ് വേണ്ടത്. ഈ നമ്പേഴ്സിൽ നിന്നും ഈവൻ നമ്പേഴ്സ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂണിറ്റ്സിൻ്റെ പ്ലേസിൽ 2ഓ 4ഓ വരാവുള്ളൂ. 2ഓ 4ഓ നമുക്ക് എത്ര രീതിയില്ല അല്ലേ? 2 നമ്പേഴ്സേ വരാവുള്ളൂ. 2 നമ്പേഴ്സ് നമുക്ക് 2 വേസിൽ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ടെൻസിൻ്റെ പ്ലേസ് നമുക്ക് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? റെപ്പറ്റീഷൻ പറ്റും. അപ്പോൾ ഇവിടെ 2 വന്നാൽ ഇവിടെ 2 വന്നാലും കുഴപ്പമില്ല, റെപ്പറ്റീഷൻ പറ്റും. അപ്പോൾ നമുക്ക് 5 നമ്പേഴ്സും സെലക്ട് ചെയ്യാം. 5 നമ്പേഴ്സിനെ നമുക്ക് 5 വേസിൽ ഇവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഇവൻറ്റ് 5 വേസിലും വരാം, ഈ ഇവൻറ്റ് 2 വേസിലും വരാം. സോ ബൈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് ഈസ് 5 into 2, that is 10. Then next question is, how many 3-digit numbers can be formed? 3-digit numbers ആണ് നമുക്ക് വേണ്ടത്. 3-digit numbers ആണ് വേണ്ടത്. Using the digits 0, 1, 2, 3 and 4. എത്ര 3-digit നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യാം? നമ്മുടെ കയ്യിലുള്ള നമ്പർ 0, 1, 2, 3, 4 ആണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളോട് റെപ്പറ്റീഷൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് റെപ്പറ്റീഷൻ പോസിബിൾ ആണ് എന്ന് വേണം നമ്മൾ അവിടെ മനസ്സിലാക്കാൻ. ഇനി 3-digit നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. 3-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാ നോക്കുക, ഇങ്ങനെയല്ലേ 3-digit നമ്പേഴ്സ്? എന്ത്? യൂണിറ്റ്സ് പ്ലേസ്, ടെൻസ് പ്ലേസ്, ഹൺഡ്രഡ്സ് പ്ലേസ്. ഇനി 3-digit നമ്പേഴ്സിനെ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 2 3 4 5 നമ്പേഴ്സ് ഉണ്ട്. ആ 5 നമ്പേഴ്സിനെ ഇവിടെ 5 രീതിയിൽ സെലക്ട് ചെയ്യാമല്ലോ. റെപ്പറ്റീഷൻ പറ്റും, കാരണം പ്രത്യേകിച്ച് റെപ്പറ്റീഷൻ അലൗഡ് അല്ല എന്ന് പറയുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് റെപ്പറ്റീഷൻ പറ്റും. ഇനി 5 നമ്പേഴ്സ് റെപ്പറ്റീഷൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇവിടെയും 5 രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ആവുമ്പോൾ ഈ 5 നമ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്കിവിടെ 0 എന്നൊരു നമ്പർ ഉണ്ടല്ലോ. ഈ 0 എന്നുള്ള നമ്പർ ഇവിടെ വരാൻ പറ്റുമോ? നമുക്ക് 3-digit നമ്പേഴ്സാണ് വേണ്ടത്. സപ്പോസ് നമ്മൾ 0, 1, 2 എന്നൊരു നമ്പർ എഴുതിയാൽ ഇത് 3-digit നമ്പർ ആണോ? ഇത് 3-digit നമ്പർ അല്ല. ഇതിൻ്റെ അർത്ഥം 12 എന്നല്ലേ ഉള്ളൂ. അപ്പോൾ 2 ഡിജിറ്റേ ആവുന്നുള്ളൂ. അതായത് ഇവിടെ
സീറോ വരാൻ പറ്റില്ല. സീറോ വരാതെ പിന്നെ നമുക്ക് എത്ര നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 4 നമ്പേഴ്സ്. 4 നമ്പേഴ്സ് ഇവിടെ 4 രീതിയിൽ സെലക്ട് ചെയ്യാം. സോ നമുക്ക് ആകെ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഒന്നുകൂടെ പറയാം. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. 0, 1, 2, 3, 4 ഈ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് പോസിബിൾ ആണ്, എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാൻ പറ്റും, അതാണ് നമ്മുടെ ചോദ്യം. ഇനി എത്ര എണ്ണം എന്നാണ് ചോദ്യം. നോക്കുക, 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അതായത് നമുക്കറിയാം 3 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാ? 234 321 ഒക്കെ എഴുതുന്നതല്ലേ 3 ഡിജിറ്റ് നമ്പേഴ്സ്. അതായത് അതിൻ്റെ ഡിജിറ്റ്സ് യൂണിറ്റ്സ് പ്ലേസ് ഉണ്ടാവും, ടെൻസ് പ്ലേസ് ഉണ്ടാവും, ഹൺഡ്രഡ്സ് പ്ലേസ് ഉണ്ടാവും. 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 5 രീതിയിൽ യൂണിറ്റ്സ് പ്ലേസ് ഫില്ല് ചെയ്യാം. ഈ 5 നമ്പേഴ്സ് റെപ്പറ്റീഷൻ പറ്റില്ല എന്ന് പറയുന്നില്ലാത്തത് കൊണ്ട് റെപ്പറ്റീഷൻ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റെപ്പറ്റീഷൻ കുഴപ്പമില്ലാത്തത് കൊണ്ട് 5 നമ്പേഴ്സ് ഇവിടെ ഫില്ല് ചെയ്താൽ ഇവിടെയും 5 നമ്പേഴ്സ് തന്നെ ഫില്ല് ചെയ്യാം. 5 നമ്പേഴ്സ് ഇവിടെ 5 രീതിയിൽ ഫില്ല് ചെയ്യാം, ഇവിടെയും 5 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? 0 എന്നൊരു നമ്പർ നമ്മൾ എഴുതിയാൽ 0, 1, 2 എന്ന് എഴുതിയാൽ അത് 3 ഡിജിറ്റ് ആവുന്നില്ല, 2 ഡിജിറ്റേ ആവുള്ളൂ. അതുകൊണ്ട് ഈ പ്ലേസിൽ നമുക്ക് 0 വരാൻ പറ്റില്ല. ബാക്കി 4 നമ്പേഴ്സ് 4 രീതിയിൽ ഇവിടെ ഫില്ല് ചെയ്യാവുള്ളൂ. സോ ബൈ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ടോട്ടൽ നമ്പർ ഓഫ് possibilities അല്ലെങ്കിൽ total number of 3 digit numbers that can be used using the digits 0, 1, 2, 3, 4 are 4 into 5 into 5. ഇതാണ് നമ്മളുടെ ഫൈനൽ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് find the number of 4 digit numbers that can be formed using the digits 1, 2, 3, 4, 5. ഈ നമ്പേഴ്സ് വെച്ചിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് പോസിബിൾ ആണ് എന്നാണ് ചോദ്യം. എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് പോസിബിൾ ആണ്? ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഫ് ദീസ് വിൽ ബി ഈവൻ? എത്ര എണ്ണം ഈവൻ ആകും? ശ്രദ്ധിക്കുക, നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഇവിടെ നിന്ന് ഫില്ല് ചെയ്താലും കുഴപ്പമില്ല. ആദ്യം ഇവിടെ ഫില്ല് ചെയ്യാം, പിന്നെ ഇവിടെ ഫില്ല് ചെയ്യാം, ഇവിടെ ഫില്ല് ചെയ്യാം, അങ്ങനെ ഫില്ല് ചെയ്താലും കുഴപ്പമില്ല. നേരെ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫില്ല് ചെയ്ത് പോയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആകെ 5 ഡിജിറ്റ്സ് ഉണ്ട്. ആ 5 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. 5 ഡിജിറ്റ്സ് ഇവിടെ എത്ര രീതിയിൽ? 5 വേസിൽ. ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫില്ല് ചെയ്ത് വരാം. 5 ഡിജിറ്റ്സ് 5 രീതിയിൽ. ഇനി ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, ഏതെങ്കിലും ഒരു രീതി ചെയ്യുക. അപ്പോൾ ആദ്യം 5 ഡിജിറ്റ്സ് ഉണ്ട്, 5 ഡിജിറ്റ്സ് 5 രീതിയിൽ. റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം കുറഞ്ഞേ ഇവിടെ വരുള്ളൂ. 4 ഡിജിറ്റ്സ് 4 വേസിൽ. അതായത് എക്സാമ്പിൾ ഇവിടെ 2 എടുത്തു. ഇനി ആ 2 എടുത്താൽ ആ 2 ഇനി ഇവിടെ എങ്ങും വരാൻ പാടില്ല. നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 ഇവിടെ എങ്ങും വരാൻ പാടില്ല. അപ്പോൾ ആ 2 എടുക്കാതെ ബാക്കി 4 എണ്ണത്തിൽ നിന്ന് വേണം ഇവിടെ ഫില്ല് ചെയ്യാം. അതാണ് 4 ഡിജിറ്റ്സ് 4 രീതിയിൽ. അപ്പോൾ 5 എണ്ണത്തിൽ നിന്നും 2 എണ്ണം ഇവിടെ അങ്ങ് പോയി. ബാക്കി 3 എണ്ണം 3 രീതിയിൽ. പിന്നെ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 5, 4, 3. ഇനിയിപ്പോൾ 2 ഡിജിറ്റ്സ് അല്ലേ മിച്ചം. ആ 2 ഡിജിറ്റ്സ് ഇവിടെ 2 രീതിയിൽ ഫില്ല് ചെയ്യാം. സോ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 5 into 4 into 3 into 2. സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. അതാണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് 20 into 6 120 എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിനകത്ത് എത്ര എണ്ണമാണ് ഈവൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈവൻ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇതിൽ എത്ര എണ്ണമാണ് ഈവൻ?
നമുക്ക് യൂസ് ചെയ്യാവുന്നത് എത്ര എണ്ണമേ ഉള്ളൂ? എത്ര എണ്ണം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 1 2 3 4 5 ആണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈവൻ നമ്പർ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇവിടെ ആരെയൊക്കെ പറ്റും? ഈവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 2ഉം 4ഉം മാത്രമേ പറ്റുള്ളൂ. അതായത് 2ഉം 4ഉം 2 നമ്പേഴ്സ് 2 വേസിൽ. ഇനിയോ റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റിനകത്ത് റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരെണ്ണം എടുത്തു എന്ന് വിചാരിച്ചോ, 2 എണ്ണം 2 രീതിയില്ല. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെ 2 എടുത്തു, ആ 2 ഇവിടെ ഒരിടത്തും വരാൻ പാടില്ല. അതായത് 5 ഡിജിറ്റ്സ് ഉണ്ട്, 5 ഡിജിറ്റ്സിലെ ഒരെണ്ണം ഇവിടെ വന്നു, ആ ഒരെണ്ണം ഇവിടെ ഒന്നും വരാൻ പാടില്ല. അതായത് 5 - 1 അത്രയുമാണ് ഇവിടെ വരാവുള്ളൂ. ദാറ്റ് ഈസ് ഇത് 4 രീതിയിൽ. ഇനി 1 2 രണ്ടെണ്ണം അങ്ങ് പോയി. ഇനി മിച്ചം എത്ര എണ്ണം യൂസ് ചെയ്യാനുള്ളൂ? 3 എണ്ണം 3 രീതിയിൽ, ബാക്കി 2 എണ്ണം 2 രീതിയിൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് വേണ്ടത്. ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ വരുള്ളൂ. ഈ 2 എണ്ണം 2 രീതിയിൽ വരാം, ഈ 2 എണ്ണം 2 രീതിയിൽ വരാം. ഇനി നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ 2 വന്നാൽ, അതായത് ഒരെണ്ണം അങ്ങ് എടുത്തു, ബാക്കി 4 എലമെൻറ്റ്സ് 4 വാല്യൂസ് ഉണ്ട്, 4 വാല്യൂസ് വെച്ച് വേണം ഇവിടെ ഫില്ല് ചെയ്യാം. 4 വാല്യൂസ് 4 രീതിയിൽ സെലക്ട് ചെയ്യാം. 4ൽ നിന്നും ഒരെണ്ണം ഇവിടെ എടുത്തു, ബാക്കി 3 എണ്ണം 3 രീതിയിൽ ഇവിടെ ഫില്ല് ചെയ്യാം. ബാക്കി 2 എണ്ണം 2 രീതിയിൽ. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ 4 × 3 × 2 × 2. ഇതാണ് നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോമ്പിനേഷൻ. കോമ്പിനേഷനകത്ത് നമ്മൾ NCR എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഈ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ, R എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എണ്ണമാണോ നമുക്ക് റിക്വയർഡ്, അതാണ് NCR. NCR എന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് N ഐറ്റംസ് ഉണ്ട്, അതിനകത്തുനിന്ന് നമ്മൾ കുറച്ചെണ്ണത്തിനെ സെലക്ട് ചെയ്താൽ അതാണ് R എന്ന് പറയുന്നത്. ഇനി ഇതിന് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് in how many ways can a team of 3 boys and 3 girls be selected from 5 boys and 4 girls? 5 boys and 4 girls. അതായത് നമുക്കൊരു ടീം ഉണ്ടാക്കണം, ആ ടീമിൽ 3 ബോയ്സും 3 ഗേൾസേ വരാവുള്ളൂ. ആകെ 5 ബോയ്സും 4 ഗേൾസും ഉണ്ട്. അപ്പോൾ നോക്കുക, 5 ബോയ്സിൽ നിന്നും 3 ബോയ്സിനെ സെലക്ട് ചെയ്യണം. 5 ബോയ്സിൽ നിന്നും 3 ബോയ്സിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ 5C3 വേസിൽ സെലക്ട് ചെയ്യാം. 5 ബോയ്സിൽ നിന്നും 3 ബോയ്സിനെ 5C3 വേസിൽ സെലക്ട് ചെയ്യാം. ഇനിയോ 4 ഗേൾസിൽ നിന്നും 3 ഗേൾസ് മതി, അവരെ നമുക്ക് 4C3 വേസിൽ സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ, അതായത് ഒന്നുകൂടെ പറയാം, നമുക്ക് വേണ്ടത് ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ടീം ഓഫ് 3 ബോയ്സ് ആൻഡ് 3 ഗേൾസ്, 3 ബോയ്സും 3 ഗേൾസുമുള്ള ഒരു ടീമാണ് വേണ്ടത്. ആകെ നമുക്ക് 5 ബോയ്സും 4 ഗേൾസും ഉണ്ട്. നമുക്കത് എത്ര രീതിയിൽ പറ്റും, അതാണ് ചോദ്യം. എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? അപ്പോൾ 5 ബോയ്സിൽ നിന്നും 3 ബോയ്സിനെ നമുക്ക് 5C3 വേസിലെടുക്കാം. എന്തുകൊണ്ടാണ് 5C3 എന്ന് പറഞ്ഞത്? തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, NCR എന്ന് പറഞ്ഞാൽ ഈ N എന്നത് ടോട്ടലാണ്, അതിൽ നിന്നും നമ്മൾ എടുക്കുന്നതാണ് R. അപ്പോൾ 3C5 എന്ന് പറയാൻ പറ്റില്ല, കാരണം ടോട്ടൽ 3 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 5 എടുക്കാൻ പറ്റുമോ? 3C5 എന്ന് പറയാൻ പറ്റുമോ? NCR എന്ന് പറഞ്ഞാൽ N ആണ് ടോട്ടൽ, ആ ടോട്ടലിൽ നിന്നുമാണ്. അതായത് നമുക്കിപ്പോൾ ഒരു 10 ബോക്സ് ഉണ്ടെങ്കിൽ
10 നിന്നും നമുക്ക് 8 എണ്ണമോ 2 എണ്ണമോ ഒക്കെ സെലക്ട് ചെയ്യാം. 10 ബോക്സിൽ നിന്ന് നമുക്ക് 20 ബോക്സ് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ 10 ബോക്സിൽ നിന്ന് 12 ബോക്സ് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെയാണ് NCR എന്ന് പറഞ്ഞാൽ N എന്ന് പറയുന്നത് ടോട്ടലാണ്. അതേകൊണ്ട് 3C5 എന്ന് പറയാൻ പറ്റുമോ? 3C5 എന്ന് പറയാൻ പറ്റില്ല, അത് തെറ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ടത് 5 ബോയ്സിൽ നിന്നും 3 ബോയ്സിനെ സെലക്ട് ചെയ്യുന്നത് 5C3 വേസിലാണ്. 4 ഗേൾസിൽ നിന്നും 3 ഗേൾസിനെ സെലക്ട് ചെയ്യുന്നത് 4C3 വേസിലാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് 5C3 ഇൻറ്റു 4C3. ഇനി എങ്ങനെയാണ് 5C3യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? 5C3യും 4C3യും നമ്മൾക്ക് ഡെഫിനിഷൻ ഉണ്ട്. NCR എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ അല്ല, നമ്മൾ C3 NC3 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 അല്ലേ, അതുകൊണ്ട് 1 × 2 × 3. ഇവിടെ 3 പേര് വന്നുകൊണ്ട് ഇവിടെ 3 പേര് N-1 N-2. അപ്പം നോക്കിയേ 4C3 എങ്ങനെ എഴുതാം? 3 അതുകൊണ്ട് 1 × 2 × 3. പിന്നെ 4 എഴുതണം, തൊട്ട് പുറകിലത്തേത് 3, അതിൻ്റെ തൊട്ട് പുറകിലത്തെ 2. 2ഉം 3ഉം വെട്ടിപ്പോയി 4. 5C3 എങ്ങനെ എഴുതും? ഇവിടെ 3 ആണ്, അപ്പോൾ 1 × 2 × 3. ഇവിടെ 3 പേര് 5 4 3. 3ഉം 3ഉം വെട്ടിപ്പോയി 5 × 2 10. ദാറ്റ് ഈസ് 10 × 4 40. അതാണ് റിക്വയർഡ് നമ്പർ ഓഫ് ടീംസ്. അപ്പോൾ ഇതേപോലെയാണ് ഇതിനകത്തെ ഓരോ പ്രോബ്ലം വന്നേക്കുന്നത്. മറ്റൊരു ചോദ്യം നോക്കാം. മറ്റൊരു ചോദ്യം ഇതാണ്. Find the number of ways of selecting 9 balls. Find the number of ways of selecting 9 balls from 6 red balls, 5 white balls and 5 blue balls. നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. 6 റെഡ് ബോൾ ഉണ്ട്, 5 വൈറ്റ് ബോൾ ഉണ്ട്, 5 ബ്ലൂ ബോൾ ഉണ്ട്. നമുക്ക് 9 ബോൾസ് വേണം. 9 ബോൾസ് ആണ് വേണ്ടത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 9 balls from 6 red balls, 5 white balls and 5 blue balls. If each selection consists of 3 balls of each color. ഓരോന്നിലും ഓരോ കളറിലെയും 3 എണ്ണം നിർബന്ധമായിട്ടും വേണം. നോക്കുക, 6 റെഡിൽ നിന്നും 3 എണ്ണം വേണം. അപ്പോൾ അത് എത്ര രീതി പറ്റും? 6C3 വേസിൽ പറ്റും. 5 വൈറ്റിൽ നിന്നും 3 ബോൾസ് വേണം. അത് 5C3 വേസിൽ പറ്റും. 5 ബ്ലൂവിൽ നിന്നും 3 വേണം. അപ്പോൾ അത് 5C3 വേസിൽ പറ്റും. അങ്ങനെയാണെങ്കിൽ ബൈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ 6C3 × 5C3 × 5C3. ഇനി ഇതിൻ്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ആ പ്രോബ്ലവും ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമുക്ക് വേണ്ടത് ആകെ 9 ബോൾസ് വേണം. നമുക്കുള്ളത് 6 റെഡ് ബോൾസ് ഉണ്ട്, 5 വൈറ്റ് ബോൾസ് ഉണ്ട്, 5 ബ്ലൂ ബോൾസ് ഉണ്ട്. ഓരോ സെലക്ഷനിലും 3 ബോൾസ് വേണം. ഓരോ കളറിൻ്റെയും 3 ബോൾ വീതം നിർബന്ധമായും വേണം. അപ്പോൾ നോക്കുക, 3 3 6 3 9. 6 റെഡിൽ നിന്നും നമുക്ക് 3 ബോൾസ് 6C3 വേസിൽ വരാം. 5 വൈറ്റിൽ നിന്നും 3 ബോൾസ് എടുക്കാന്ന് പറഞ്ഞാൽ അത് 5C3 വേസിൽ വരാം. 5 ബ്ലൂവിൽ നിന്നും 3 ബോൾസ് എടുക്കാന്ന് പറഞ്ഞാൽ 5C3 വേസിൽ വരാം. സോ ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് 6C3 × 5C3 × 5C3. വാല്യൂസ് സിംപ്ലിഫൈ ചെയ്താൽ അതും ഓക്കെ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ the number of 5 card combinations. 5 card combination ആണ് വേണ്ടത്.
from 52 cards. If there is exactly 1 ace, 5 card combination ആണ് വേണ്ടത്. അതിൽ 1 ace വരാവുള്ളൂ. Determine the number of 5 card combination. 5 card combination ആണ് വേണ്ടത്. അതിനകത്ത് അത് എവിടെ നിന്നാണ് എടുക്കേണ്ടത്? 52 കാർഡ്സിൽ നിന്നാണ് എടുക്കേണ്ടത്. 1 ace ഓരോ കോമ്പിനേഷനിലും വരാവുള്ളൂ. ഇനി നമ്മൾ നോക്കുക, നമുക്ക് ഈ കാർഡ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ചീട്ട്, അതാണ് കാർഡ് എന്ന് പറയുന്നത്. ഈ 52 കാർഡ്സിനകത്ത് 4 ace ഉണ്ട്, 4 ace ഉണ്ടാവും. ബാക്കി നോൺ ace ആണ്. ബാക്കി അപ്പോൾ എത്രയാ? 52-ൽ നിന്നും 4 ace ആണ്. ബാക്കി അപ്പോൾ 48 നോൺ ace ആണ് ഉള്ളത്. നമുക്ക് വേണ്ടത് എന്താ? 5 കാർഡ് കോമ്പിനേഷൻ ആണ് വേണ്ടത്. അതിനകത്ത് ഒരെണ്ണമേ ace വരണം. ഒരെണ്ണം നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇഫ് ദർ ഈസ് എക്സാക്ട്ലി 1 ace ഇൻ ഈച്ച് കോമ്പിനേഷൻ. ഓരോ കോമ്പിനേഷനിലും 1 ace നിർബന്ധമായും വന്നേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, ഇതിൽ നിന്ന് 1 വരണം അല്ലേ? അപ്പോൾ 4 ace-ൽ നിന്നും 1 ace എടുത്തു. നമുക്ക് 5 കാർഡ് കോമ്പിനേഷൻ ആണ് വേണ്ടത്. 5 കാർഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്താൽ പിന്നെ ഇവിടെ നിന്ന് എത്ര എണ്ണം എടുക്കാൻ പറ്റുള്ളൂ? 4 എണ്ണം എടുക്കാൻ പറ്റുള്ളൂ. ആകെ 5 കാർഡ് മതി. ആകെ 5 കാർഡ് മതിയെങ്കിൽ ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്താൽ ഇവിടെ നിന്ന് 4 എണ്ണം എടുക്കാവുള്ളൂ. 4-ൽ നിന്നും ഒരെണ്ണം എത്ര രീതിയിൽ എടുക്കാം? 4C1 വേസിൽ എടുക്കാം. 48-ൽ നിന്നും 4 എണ്ണം 48C4 വേസിൽ എടുക്കാം. അതൊരു കറക്ഷൻ ഉണ്ട് നോട്ടിൽ. 4 നോൺ ace എന്നാണ്. ഇവിടെ 4 ace-ഉം സോറി, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. 4 ace-ൽ നിന്നും നമ്മൾ ഒരു ace എടുത്തു. അപ്പോൾ പിന്നെ ഈ ഒരു ace എടുത്താൽ പിന്നെ ഇവിടെ 4 നോൺ ace വരാം. അതായത് ഈ 48-ൽ നിന്നും 4. അപ്പോൾ ആ ഫിഗറിനകത്ത് ഞാനിവിടെ 4 എന്നല്ല, നോട്ടിനകത്ത് തന്നേക്കുന്നതിനകത്ത് 5 എന്നാണ്. അതൊന്ന് കറക്റ്റ് ചെയ്യണം. 4 എന്നാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആകെ 52 കാർഡ്സ് ഉണ്ട്. ആ 52 കാർഡ്സിൽ നിന്നും നമുക്ക് വേണ്ടത് 5 കാർഡ് കോമ്പിനേഷൻ ആണ് വേണ്ടത്. ഒരു ace നിർബന്ധമായിട്ടും വേണം. അപ്പോൾ 52 കാർഡ്സ് എന്ന് പറഞ്ഞാൽ 4 ace-ഉം 48 നോൺ ace-ഉം ഉള്ളതാണ് 52 കാർഡ്സിൻ്റെ കളക്ഷൻ. നമുക്ക് 5 കാർഡ് കോമ്പിനേഷൻ ആണ് വേണ്ടത്. ഒരെണ്ണം ace ആയിരിക്കണം. അതായത് ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തു, 5 കാർഡ് വേണം താനും. 5 കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി 4 എണ്ണം ഇവിടെയും കൂടെ വേണ്ടേ? അതാണ് 4 നോൺ ace. ഇനി ഇത് എത്ര രീതിയിൽ പറ്റും? 4 എണ്ണത്തിൽ നിന്നും ഒരെണ്ണം 4C1 വേസിലെടുക്കാം. 48-ൽ നിന്നും 4 എണ്ണം 48C4 വേസിലെടുക്കാം. സോ ടോട്ടൽ അക്കറൻസ് എന്തായിരിക്കും? 4C1 ഇൻറ്റു 48C4. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസർ ആകും. ഓക്കെ, ഇതേപോലെ 2 ക്വസ്റ്റ്യൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഹാസ് 2 parts, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാർട്സ് ഉണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. അപ്പോൾ പാർട്ട് എയും പാർട്ട് ബിയും 2 പാർട്ടുണ്ട്. ഈച്ച് കണ്ടെയ്നിങ് 10 questions. ഇവിടെയും 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇവിടെയും 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇഫ് എ സ്റ്റുഡൻറ് ഹാസ് ടു ചൂസ് 8 ഫ്രം പാർട്ട് എ, ഇവിടെ നിന്ന് 8 എണ്ണം ചൂസ് ചെയ്യണം. പാർട്ട് ബിയിൽ നിന്നും 5 എണ്ണം ചൂസ് ചെയ്യണം. ഹൗ മെനി വേസ് ക്യാൻ ഹി ചൂസ് ദ ക്വസ്റ്റ്യൻസ്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാർട്സ് ഉണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. ഓരോന്നിലും 10 ക്വസ്റ്റ്യൻസ് വീതമുണ്ട്. പാർട്ട് എയിൽ 8 എണ്ണം സെലക്ട് ചെയ്യണം, പാർട്ട് ബിയിൽ 5 എണ്ണം സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി വേസ് ഈസ് ദിസ് പോസിബിൾ? അപ്പം നോക്കിക്കേ, 10 എണ്ണത്തിൽ നിന്നും 8 എണ്ണം എങ്ങനെ സെലക്ട് ചെയ്യാം? 10C8 വേസിൽ സെലക്ട് ചെയ്യാം. 10 എണ്ണത്തിൽ നിന്നും 5 എണ്ണം 10C5 വേസ് സെലക്ട് ചെയ്യാം. സോ 10C8 ടോട്ടൽ നമ്പർ 10C8 ഇൻറ്റു 10C5. ഇനി ഈ 10C8 എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. NCR എന്ന് പറയുന്നതും
NC n-r എന്ന് പറയുന്നതും സെയിം ആയിരിക്കും എന്നൊരു റൂൾ ഉപയോഗിച്ചാൽ 10C8 എന്ന് പറയുന്നത് തന്നെയാണ് 10C 10-8. അപ്പോൾ ഇവിടെ 10C2 എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ 10C2 ഇൻറ്റു 10C5 എന്ന് എഴുതിയത്. ഇവിടെ 2 ആയതുകൊണ്ട് 1 ഇൻറ്റു 2, മേളിലും 2 പേര്. ഇവിടെ 5 ആയതുകൊണ്ട് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. ആ 5 എലമെൻറ്റ്സ് മേളിലും എഴുതണം, 10 നിന്ന് പുറകോട്ട്. 9, 8, 7, 6. പിന്നെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, താങ്ക് യു.